Yo guys, Winter Arc Challenge Day 4 Being consistent. രാവിലത്തെ മീൽ എന്താണെന്ന് നമുക്ക് നോക്കാം. രാവിലത്തെ മീൽ is again oats. Then 3 eggs. ഓക്കെ, ഇതാണ് രാവിലത്തെ മീല്. ഓക്കെ, ഇനിയിപ്പം മീല് കഴിച്ചിട്ട് കാണാം. ഓക്കെ ഗായ്സ്, ഇതാണ് ഉച്ചക്കത്തെ മീൽ ഗായ്സ്. ചിക്കൻ ബ്രസ്റ്റ് ഇതാണ് ഉച്ചക്കത്തെ മീൽ ഗായ്സ്. ഇനിയിപ്പം വണ്ടി സർവീസിൽ നിന്ന് എടുക്കാൻ പോകണം. അപ്പം ഉച്ചക്കത്തെ മീൽ ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു, ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ. വണ്ടി ഇനിയിപ്പോൾ സർവീസിൽ നിന്ന് എടുക്കാൻ പോകണം. യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ യൂബർ വരുമ്പോൾ നമുക്ക് വണ്ടി സർവീസ് എടുക്കാൻ പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഫ്രണ്ട്സിനെ കാണാൻ പോകണം. അതുകൊണ്ടാണ് ഇന്നത്തെ ഇനിയിപ്പം പരിപാടി. ഓക്കെ, അപ്പോൾ ഇനി വണ്ടി എടുക്കാൻ പോവാം ഗായ്സ്. അങ്ങനെ വണ്ടി എടുത്ത് ഗായ്സ് ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം. ഓക്കെ, വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ഫ്രണ്ടിനെ കാണണം. അത് വീട്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗായ്സ്, ഞാനിപ്പോൾ മ്യൂസിയത്തെത്തി ഗായ്സ്, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ. പക്ഷേ ഇവിടെ മൊത്തം യുവമിഥുനങ്ങൾ. എനിക്ക് ഗായ്സ് അറ്റ് മ്യൂസിയം അവിടെ കുറേ ടീമുകളുണ്ട്, പക്ഷേ ആരെയും കാണാനില്ല. ഞാൻ കനകക്കുന്ന് വന്നപ്പം ഏതോ മോഡലിംഗ് കമ്പനിയുടെ മോഡലിംഗ് ഷോ നടക്കുന്നു. കൊള്ളാം, നൈസ്, നല്ല ഭാവിയുള്ള പിള്ളേർ. ഗായ്സ്, അപ്പോൾ ഇന്ന് സ്വിമ്മിങ്ങിന് മുമ്പേ ഞാൻ പുതിയൊരു അതായത് ഹൈ കഫൈൻ ഡ്രിങ്ക്, കോഫിയാണിത്. നമ്മൾ കുറച്ച് കഫൈൻ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നീന്തുമ്പോൾ ഒരു എനർജി കിട്ടും. അല്ലെങ്കിൽ നീന്തിയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശപ്പ് വരും. അപ്പം സാലഡ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിശപ്പ് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? 2 days ആയിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് 3 days ആയില്ലേ, അങ്ങനെ ഒരു ഫീല് വന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി കഫൈൻ കുടിച്ചിട്ട് പോയി ഈ സ്വിം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഈ വിശപ്പ് ഒന്ന് അളങ്ങും. നമുക്ക് ഈ പറഞ്ഞ പോലെ എനർജി കിട്ടും, കുറച്ചുകൂടെ എനർജി കിട്ടും നമുക്ക് ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കഫീൻ കുടിക്കാം. ഗായ്സ്, Day 4 ഓഫ് ബീയിങ് കൺസിസ്റ്റൻറ്റ്. റീച്ച്ഡ് ദ പൂളിനകത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ റീച്ച് ദ പൂൾ. Day 4, see you after pool time. Guys, today's pool session is over. 1000 meter നീന്തി, പിന്നെ അതുപോലെ ബാക്ക് സ്ട്രോക്ക് 100 meters. ഓക്കെ, നമ്മുടെ രഥം ഇതായിരിക്കുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ. പൂളിൽ നിന്ന് പറഞ്ഞ വഴി ഒരു കരിക്കിൻ ഷേക്ക് കുടിക്കണമെന്ന് തോന്നി. നമ്മളൊരു കരിക്കിൻ ഷേക്ക് കുടിക്കാൻ നിർത്തി. ഹായ് ഗായ്സ്, 4th day ഓഫ് കൺസിസ്റ്റൻസി. അപ്പം ഇന്നത്തെ ഡേ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. രാത്രിത്തെ മീൽ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ആസ് യൂഷ്വൽ സാലഡാണ്. ഉച്ചയ്ക്ക് കഴിച്ച മീൽ ഞാൻ കാണിച്ചു, മോർണിംഗത്തെ മീൽ ഞാൻ കാണിച്ചു. ഇനിയിപ്പം നാളത്തെ ഡേ കുറച്ചധികം പരിപാടീസുണ്ട്. ഒരു ഷൂട്ടുണ്ട്, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, പിന്നെ കുറച്ചധികം പരിപാടീസുണ്ട്. അപ്പം വേറെ എന്തുവാ, ബുക്ക് റീഡ് ചെയ്യണത്. അത് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പം എൻഡിങ് സ്ക്രീനാണ്. കാരണം 10:30 ഇപ്പം 10:30 11 ആകുമ്പോൾ എനിക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്ക് റീഡ് ചെയ്യുന്നത് ഞാൻ ശേഷമാണ് ചെയ്യുന്നത്. സോ അത് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. കോണ്ടന്റ് പ്രൊഡക്ഷൻ ആ ടൈമിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ടാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പം see you on day 5. ഓക്കെ, ബൈ.